കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉപദേശ രൂപത്തെക്കുറിച്ചുള്ള പഠനമാണ് നടത്തിയത്. എന്താണ് ക്രിസ്തീയ ഉപദേശം എന്ന രീതിയിലാണ് നമ്മൾ അതിനെല്ലാം കണ്ടത്. ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നും എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നും എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചതെന്നും അതുപോലെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്താണ്, പാപം എന്താണ്, സഭ എങ്ങനെയാണ്, മനുഷ്യൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ നമ്മൾ കണ്ടു. വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള പല ഭാഗങ്ങളും വേദപുസ്തകത്തിൻ്റെ ബിബ്ലിക്കൽ തിയോളജി നമ്മൾ അതിനു മുമ്പ് ശ്രദ്ധിക്കാനിടയായി. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നത് അടിസ്ഥാന വേദോപദേശങ്ങൾ എന്നുള്ളതിനേക്കാളും ക്രിസ്തീയ വിശ്വാസം, അതായത് ട്രൂ സ്പിരിച്വാലിറ്റി, എന്താണ് യഥാർത്ഥ ആത്മീയത, ക്രിസ്തീയ ആത്മീയത എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ഒരു സീരീസായിട്ട് സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥ ക്രിസ്തീയ ആത്മീയത എന്താണ്? നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് മതം. എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ മതങ്ങളും മനുഷ്യൻ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള പല തത്വങ്ങളും നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പലപ്പോഴും ക്രിസ്ത്യൻ പ്രസംഗകർ പറയുമ്പം അവരെപ്പോഴും ഊന്നി പറയുന്നൊരു കാര്യമാണ് ഇതൊരു മതമല്ല, ഒരു മാർഗമാണ്. പക്ഷേ പലപ്പോഴും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ മതമല്ല ഒരു മാർഗമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു സഭയിൽ ചേർന്ന് കഴിയുമ്പോൾ പതുക്കെ ഒരു മതത്തിലേക്ക് നിങ്ങൾ രൂപാന്തരപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റ് ഏത് മതങ്ങളെക്കാളും അടയാളങ്ങളും ചിഹ്നങ്ങളുമായി മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട രീതിയിൽ ഒരു മത പരിപാടി തന്നെയായിട്ടാണ് മിക്കവാറും എല്ലാം കാണപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല മാർഗമാണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മറ്റെല്ലാ സ്പിരിച്വാലിറ്റിയേക്കാളും വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ എത്ര ബൈബിൾ വായിച്ചാലും പഠിച്ചാലും വേദശാസ്ത്രപരമായി നല്ല ആഴമുള്ള അറിവുള്ളവരായാലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു യഥാർത്ഥ ആത്മീക ജീവിതമാണ്. ഒരു ട്രൂ സാറ്റിസ്ഫൈയിങ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ ലൈഫ്, കണ്ടൻമെൻ്റുള്ള ഒരു സംതൃപ്തിയുള്ള ആശ്വാസമുള്ള ഒരു ക്രിസ്തീയ ജീവിതം, ദൈവമായി നല്ല മനസാക്ഷിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രൂ സ്പിരിച്വാലിറ്റി, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മറ്റ് ഈ ലോകത്തിൻ്റെ മറ്റ് രീതികളിൽ നിന്നും ആദാമ്യ രീതികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ശക്തനായ ഡേറ്റിംഗ് അല്ല, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലല്ല പുതിയ നിയമത്തിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവം, ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുമെന്നുള്ളതല്ല, ആ ദൈവം നിങ്ങൾക്ക് ആരാണ് എന്നുള്ളതാണ്. ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. ദൈവത്തിന് ഈ ഭൂമിയെ മനോഹരമാക്കാൻ, ഒരു നിമിഷം കൊണ്ട് ഇതിനെ റീഫോം ചെയ്യാൻ, റീജനറേറ്റ് ചെയ്യാൻ എല്ലാം പറ്റും. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹരിക്കാനും പറ്റും. പക്ഷെ അതല്ല പുതിയ നിയമ ആത്മീയതയുടെ അടിസ്ഥാനം. ദൈവം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല. യഥാർത്ഥ ആത്മീയതയുടെ അടിസ്ഥാനം അവൻ എനിക്ക് പിതാവായി വരുന്നു എന്നുള്ളതാണ്. ഹൂ ഈസ് ഗോഡ് എന്നുള്ള ചോദ്യമാണ് ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം. പ്രൈമറിലി ഒന്നാമത് നമ്മൾ ചോദിക്കുന്നത് ഹൂ ഈസ് ഗോഡ്. അടുത്ത ചോദ്യം ഹൂ ഈസ് ദാറ്റ് ഗോഡ് ടു മീ, ആ ദൈവം എനിക്കാരാണ്. ഈ രണ്ട് ചോദ്യങ്ങളാണ് ശരിക്കും ക്രിസ്തീയ ആത്മീയതയുടെ അടിസ്ഥാനമായിട്ട് വരുന്നത്. ഇപ്പോൾ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ പ്രകൃതം എന്താണ്, അതുപോലെ തന്നെ ആ ദൈവം എനിക്കാരാണ്. ഈ എത്ര വേദശാസ്ത്രം നമ്മൾ പഠിച്ചാലും അത് എന്നോട് കണക്റ്റ് ആകുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ദൈവം സകലത്തെ സൃഷ്ടിച്ച ദൈവമാണ്. അതേസമയത്ത് ദൈവം ഒരു വ്യക്തിയാണ്. ഞാൻ പിതാവിനെക്കുറിച്ച് പറയുമ്പോഴും പുത്രനെക്കുറിച്ച് പറയുമ്പോഴും
പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വ്യക്തിയാണ്, വ്യക്തിത്വമുള്ള, നമ്മോട് സംസാരിക്കാൻ പറ്റുന്ന, നമ്മുടെ വേദനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന, അല്ല നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന, നമ്മളെ കൈപിടിച്ച് നടത്താൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതായത് അവൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഈ വ്യക്തിപരമായ ആ വ്യക്തിത്വം എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. വ്യക്തിത്വം, പേഴ്സണാലിറ്റി. ഗോഡ് ഹാസ് എ പേഴ്സണാലിറ്റി. ഹീ ഈസ് എ പേഴ്സൺ. ആക്ച്വലി 3 persons, ബട്ട് വെനെവർ നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ദൈവം ഒരു വ്യക്തിയായി നമ്മൾ പുതിയ നിയമത്തിൽ വേദപുസ്തകത്തിൽ കാണുന്നു. ചിലപ്പോൾ മനുഷ്യരുടെ കൂടെ വേദനിക്കുന്ന, വഴക്ക് പറയുന്ന, സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവനെ വരെ കൊടുക്കുന്ന ആ സ്നേഹത്തിൻ്റെ വലിയൊരു ക്യാരക്ടർ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ദൈവവുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടായി വരുന്നത്, എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയുടെ തുടക്കം. അതാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ തുടക്കം. നമുക്ക് ദൈവവുമായി, ഈ വ്യക്തിയായ ദൈവവുമായി ഒരു ബന്ധമുണ്ടാകണമെന്നുള്ളതാണ്. ഈ ബന്ധം എന്ത് ബന്ധമാണ്? പലപ്പോഴും നമ്മൾ പൊതുവായ ആത്മീക ഗോളത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നവനായതുകൊണ്ട് അവനുമായിട്ടൊരു ബന്ധം എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന ഒരാളുമായിട്ടുള്ളൊരു ബന്ധം പോലെയാണ് അത് വരുന്നത്. എന്നാൽ ശരിക്കും എന്താണ് റിലേഷൻഷിപ്പ്, എന്താണ് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? പ്രായോഗികമായിട്ടത് എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈ ബന്ധം നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. സുവിശേഷം എപ്പോഴും നമ്മൾ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ എത്ര വായിച്ചാലും യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചേ പറ്റുള്ളൂ. കാരണം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് അവിടെയാണ്. അവിടെ എങ്ങനെയാണ് ഈ റിലേഷൻ ഉണ്ടാകുന്നത്? 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ആരെല്ലാം ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നുവോ, അവർക്കെല്ലാവർക്കും ദൈവമക്കളായി മാറുവാൻ സാധിക്കും. അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ബേസിക്കലി ക്രിസ്തു മൂലം നമുക്ക് പിതാവുമായി, ദൈവവുമായി കണക്റ്റ് ആകുന്ന ആ ഒരു റിലേഷൻഷിപ്പാണ്. യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഏവരും ആ പുത്രത്വത്തിലേക്കാണ് പോകുന്നത്. ക്രിസ്തുവിൻ്റെ നിത്യമായ പുത്രത്വത്തിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിലേക്കാണ് പോകുന്നത്. ആ ഒരു ബന്ധം ഒരു പിതാവിന് മകനോടുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രദർശനമാണ് നമുക്ക് മനസ്സിലാക്കാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാതെ പോകുന്നതിൻ്റെ ഒരു കാരണം, അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുക, ഈ 2 കാര്യങ്ങൾ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, അവനെ കൈക്കൊള്ളുകയും ചെയ്യുക എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ട് പലരും വിശ്വാസികളാകുന്നുണ്ടെങ്കിലും ആ വ്യക്തിപരമായ കണക്ഷനിലേക്ക് പോകാൻ പറ്റാതെ വരുന്നുണ്ട്. പലപ്പോഴും ഏറ്റുപറഞ്ഞു, രക്ഷ ഏറ്റുപറഞ്ഞു എന്നൊക്കെ പലരും പറയാറുണ്ട്. ഞാൻ ഇത്രാം തീയതി രക്ഷ ഏറ്റുപറഞ്ഞതാണ്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നൊരു പ്രയോഗവും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തതാണ്, അപ്പോൾ ദൈവത്തിൻ്റെ മകനായി ഞാൻ മാറിയതാണ് എന്ന് ആളുകൾ പലരും പറയാറുണ്ട്. പക്ഷേ അത് അത്ര വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല എന്നുള്ളതാണ് ഈ മകനായി മാറുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മകളായി മാറുക എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു എഫേർട്ടല്ല എങ്കിൽ പോലും അത് വളരെ നിസ്സാരമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യവുമല്ല. ഇപ്പോൾ പല ആൾക്കാരും യേശുക്രിസ്തുവിനെ കർത്താവെന്ന് പറയുന്നുണ്ട്, യേശുക്രിസ്തു മരിച്ചു പുനരുത്ഥാനം ചെയ്തെന്ന് സാത്താൻ വരെ വിശ്വസിക്കുന്നുണ്ട്, അനേകം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ അതുകൊണ്ടാണല്ലോ എല്ലാ മതങ്ങളിലും സഭകളിലുമൊക്കെ, ക്രിസ്തീയ മതങ്ങളിലും സഭകളിലൊക്കെ ഈസ്റ്റർ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ പുനരുത്ഥാന പെരുന്നാൾ ആഘോഷിക്കുന്നത് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. അതുപോലെ യേശുവിനെ കൈക്കൊള്ളാത്തവരായി, അതായത് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരായിട്ടും അനേകം ആൾക്കാരുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം? അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പല സ്ഥലത്തും. ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിൻ്റെ കാരണം പ്രധാനമായിട്ടും എന്താണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് ക്രിസ്തുവിനെ കൈക്കൊള്ളേണ്ടത് എന്ന വിഷയം അറിയാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. പലരും ഇങ്ങനെ സങ്കല്പിക്കും, ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തത്, പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാനും ചെറുപ്പത്തിൽ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞാനും മനസ്സിലാക്കിയത് വളരെ പരിമിതമായിട്ടാണ്. നമ്മൾ എന്ത് ആഴമായിട്ട് മനസ്സിലാക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, അതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. എങ്കിലും രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ രക്ഷയിലേക്ക് നിങ്ങൾ ഇത് ഇനി വരാത്തവരാണെങ്കിൽ അത് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് തന്നെയാണല്ലോ എപ്പോഴും നല്ലത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഹൃദയം എന്നൊരു സ്ഥലം, ഹൃദയം ഒരു റൂം പോലെ നമ്മൾ സങ്കല്പിച്ചാൽ അതിനകത്ത് നടുക്കൊരു ചെയർ,
ആ ചെയറിൽ ഹൃദയത്തിൻ്റെ രാജാവായി കർത്താവായി യേശുക്രിസ്തുവിനെ ക്ഷണിക്കുന്നു. നമ്മൾ എങ്ങനെ ക്ഷണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രസംഗം കേൾക്കുന്നത് നല്ലതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, കൊള്ളാം, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലതാണ്, എനിക്ക് സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കെ ദൈവം എന്നെ നടത്തിക്കോളും, എനിക്കങ്ങോട്ട് ബന്ധം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഹൃദയം തുറക്കുന്നു, മനസ്സുണ്ടാകട്ടോ, സങ്കല്പം കൊണ്ട് ഹൃദയം തുറക്കുന്നു. കർത്താവിന് എൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പറയുന്നു. കർത്താവ് ഹൃദയത്തിൽ വസിക്കുന്നു. ഈ ഹൃദയത്തിൽ വരുന്നു, ആ സിംഹാസനത്തിലിരിക്കുന്നു. ഇതൊക്കെ ഞാൻ ആദ്യകാലത്ത് സങ്കല്പിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ ഹൃദയത്തിൽ വരുന്നു, ഇരിക്കുന്നു പറയുമ്പോൾ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ മുഖം നമുക്കറിയുന്ന പോപ്പുലറായിട്ട് യേശുക്രിസ്തുവിൻ്റെ മുഖം എന്ന് ചിന്തിക്കുന്ന താടിയൊക്കെയുള്ള നമ്മൾ സാധാരണ ഐഡൻറ്റിഫൈ യേശുക്രിസ്തുവിൻ്റെ പിക്ചറാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അനേകം സ്വരൂപങ്ങളുണ്ട്. പലപ്പോഴും വിശ്വാസത്തിൽ വന്ന ശേഷവും യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ സ്വരൂപമാണ് എൻ്റെ ഉള്ളിൽ മനസ്സിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അത് മനുഷ്യനിർമ്മിതമായൊരു സ്വരൂപമാണ്. ഈ മനുഷ്യനിർമ്മിതമായ സ്വരൂപത്തെയാണ് ക്രിസ്തു അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ പതുക്കെ നമുക്ക് മനസ്സിലായി വരുന്ന ഒരു കാര്യമാണ്, ഇത് ഒരു സിംഹാസനത്തിലിരിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനൊരു സിംഹാസനം അതൊരു സങ്കല്പമാണ്. ശരിക്കും നമ്മുടെ ജീവനായി ക്രിസ്തു മാറുകയാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു എന്നാണ് പുതിയ നിയമത്തിൽ റെവലേഷൻ. അപ്പോൾ നമുക്ക് ശരിക്കും ക്രിസ്തു നമ്മുടെ ജീവനായി മാറുമ്പോഴാണ് നമുക്ക് പിതാവിൻ്റെ മകൾ എന്നുള്ള ആ അഡോപ്റ്റഡ് പൊസിഷനിലേക്ക് നമ്മൾ വരുന്നത്. വി ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ് ബൈ വേ ഓഫ് അക്സെപ്റ്റിംഗ് ക്രൈസ്റ്റ്, റിസീവിങ് ക്രൈസ്റ്റ്. അപ്പോൾ എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത് ക്രിസ്തുവിൽ നിന്നും? ക്രിസ്തുവിൻ്റെ ജീവനാണ്. അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വി റിസീവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ, കർത്താവ് ജീവിച്ച ജീവൻ നമുക്കുണ്ടാകുന്നു. അപ്പോൾ കർത്താവ് ജീവിച്ച ജീവൻ നമ്മളിൽ സ്പ്രൗട്ട് ചെയ്യുന്നു, നമ്മളിൽ ഉരുവാകുന്നു. തികവിലേക്ക് വരികയല്ല, ഉരുവാകുന്നു. അതെങ്ങനെ ഉരുവാകുന്നു? ആത്മാവിൽ ഉരുവാകുന്നു. അപ്പോൾ ആത്മാവ് നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവം, അതായത് ക്രിസ്തുവിനെ നടത്തിയ ആ പെർഫെക്റ്റ് നീതിയിലേക്കും വിശുദ്ധിയിലേക്കും യേശു ക്രിസ്തുവിനെ നടത്തിയ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവനുള്ളവരായി മാറുന്നു. അപ്പോൾ നമ്മളെ മരിച്ചു കിടന്ന, ദൈവമായൊരു പ്രതികരണവുമില്ലാതെ പാപത്തിൽ ഡെഡായി കിടന്ന നമ്മുടെ മേൽ ആത്മാവ് വരുമ്പോൾ ഈ ജീവൻ, ദൈവിക ജീവൻ, ക്രിസ്തു ജീവിച്ച ആ ജീവൻ നമുക്ക് ലഭിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, യേശുക്രിസ്തുവിൻ്റെ ജീവൻ എന്താണ് എന്ന് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് മുതലുള്ള ലൈഫിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. യേശു കർത്താവ് സ്നാനപ്പെടാൻ വേണ്ടി യോഹന്നാൻ സ്നാപകൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്നാൽ സ്നാനപ്പെടാൻ എനിക്കാണ് ആവശ്യം, നീയാണ് ആത്മാവിൽ സ്നാനപ്പെടുത്തുന്നത്, എനിക്ക് വെള്ളത്താലുള്ള സ്നാനം മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം, ഇപ്പോൾ നീ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതമാകുന്നു. അപ്പോൾ യേശുക്രിസ്തു അന്നു മുതൽ എൻ്റെ ജീവിതാവസാനം വരെയുള്ള കാലത്ത് ദൈവികമായ കർത്താവിൻ്റെ ശക്തി ഉപയോഗിച്ചല്ല, അതൊരിക്കലും കുറയുന്നില്ല, ഇല്ലാതാകുന്നില്ല. കാരണം ദൈവത്തിന് ഒരിക്കലും ദൈവമല്ലാതാകാൻ പറ്റില്ല. യേശുക്രിസ്തു ഈസ് ഓൾവേസ് ഗോഡ്, എപ്പോഴും ദൈവമായിരിക്കുമ്പം തന്നെ നമ്മുടെ പകരക്കാരനായി നമുക്ക് വേണ്ടി നീതി ഉണ്ടാക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ദൈവം ഇന്ന് തരുന്ന അതേ സ്പിരിച്വൽ ബ്ലെസ്സിങ് കൊണ്ടാണ് കർത്താവ് പാപത്തെ ജയിച്ചത്. അതായത് യേശുക്രിസ്തുവിലേക്ക് ആത്മാവ് വരുന്നു, ആത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ മരുഭൂമിയിലേക്ക് നടത്തപ്പെടുന്നു. അപ്പോൾ അതുമുതലുള്ള ലൈഫിൽ മുഴുവൻ കർത്താവ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനിൽ അധിവസിക്കുന്ന ആത്മാവിലാണ് ജീവിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, പൂർണ്ണ മനുഷ്യൻ, ആ പൂർണ്ണ മനുഷ്യൻ ദൈവത്വം ഒന്നും ഉപയോഗിക്കാതെ, ദൈവികമായ അധികാരങ്ങൾ ഉപയോഗിക്കാതെ, അവന് വേണ്ടി തന്നെ ഉപയോഗിക്കാതെ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, നമുക്കറിയാം, പാപങ്ങളെ മോഹിച്ചു കൊടുക്കുന്നൊക്കെയുണ്ട്. പക്ഷേ യേശുക്രിസ്തു ആ ജീവിതത്തിൽ അവന് വേണ്ടി ദൈവികമായ അധികാരങ്ങൾ ഉപയോഗിക്കാതെ ആത്മാവിൽ സാത്താനെ നേരിട്ടു. അതായത് നമ്മൾ നേരിടുന്നത് പോലെ തന്നെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടെന്ന് പറയാനുള്ള കാരണം അതാണ്. ദൈവത്തെ ആർക്കും പരീക്ഷിക്കാൻ സാധിക്കില്ല. എന്നാൽ കർത്താവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഹി ലിമിറ്റഡ് ഹിംസെൽഫ് ടു ബി വൺ എമംഗ് അസ്, നമ്മളിൽ ഒരാളായി മാറുന്നതിന്, സ്നാനപ്പെട്ട് നമ്മോട് ചേർന്ന് നമ്മളിൽ ഒരാളായി ജീവിച്ച് നമ്മൾ യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ സാത്താനോട് യുദ്ധം ചെയ്ത് ജയിച്ചു. പക്ഷേ കർത്താവിന് ഒരിക്കലും പരാജയം ഉണ്ടായില്ല. ഒരു ചിന്ത പോലും, ഒരു തെറ്റായ ഒരു ചിന്ത പോലും കർത്താവിൻ്റെ മനസ്സിൽ ക്രോസ് ചെയ്തതേയില്ല. അപ്പോൾ അവിടെ പൂർണ്ണമായും പെർഫെക്റ്റായിട്ടാണ് യേശു കർത്താവ് വെളിയിൽ വരുന്നത്. ശരിക്കും അതായിരുന്നു പിതാവിൻ്റെ ഉദ്ദേശവും. പാപം ചെയ്യുമോ എന്ന് നോക്കാനല്ല, ദൈവം ഒരിക്കലും പാപം ചെയ്യുന്നില്ല.
പാപം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ പരീക്ഷണത്തിലൂടെ വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഏത് ആത്മാവിനാൽ നടന്നോ അതേ ആത്മാവിനെ, ആ തേജസ്കരിക്കപ്പെട്ട ആത്മാവിനെ കർത്താവ് മരിച്ചു പുനരുത്ഥാനം ചെയ്തു, തേജസ്കരിക്കപ്പെട്ടു, ആ സ്വർഗത്തിലേക്ക് പോയി. ആ സ്വർഗത്തിലേക്ക് പോയ കർത്താവ് എന്തു ചെയ്തു? നമുക്ക് ആ തേജസ്കരിക്കപ്പെട്ട ആത്മാവിനെ അയച്ചു തന്നു. ആ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് പോലെ ഹീ കംസ് ആൻഡ് ഡ്വെൽസ് ഇൻ അസ്. അത് ആത്മാവിലാണ് ക്രിസ്തു എന്നിൽ വസിക്കുന്നത്. കർത്താവ് ഇപ്പോൾ സ്വർഗത്തിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ക്രിസ്തുവിനെ നടത്തിയ അതേ ആത്മാവിനാൽ നമ്മെ അവൻ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നു. ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് ആത്മാവിലാണ്. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് രക്തബന്ധം നമ്മൾ പലപ്പോഴും പറയും. അപ്പൻ്റെ രക്തമാണ്, അമ്മയുടെ രക്തമാണ്. പക്ഷേ ബയോളജിക്കലി അത് ശരിയല്ല. ഓരോരുത്തൻ്റെ ഉള്ളിൽ നട്ടലിനകത്താണ് അവനവൻ്റെ രക്തം ഉണ്ടാകുന്നത്, അല്ലാതെ അമ്മയുടെയും അപ്പൻ്റെയും രക്തമല്ല അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും അവരവരുടെ രക്തമാണ് അവർക്കുണ്ടാകുന്നില്ല. അതിനെ നമ്മൾ രക്തബന്ധം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ആത്മബന്ധമാണ്. ആത്മാവിലാണ് ആ കണക്ഷൻ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു, ക്രിസ്തുവിൽ വസിച്ച അതേ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ സമയത്തും നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവനെ കൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവായി അവൻ നമ്മുടെ ഉള്ളിൽ അവൻ്റെ ജീവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല. അതായത് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ആത്മാവ് എന്നിൽ വസിക്കുന്നു, ഈ ആത്മാവ് എന്നിൽ വസിച്ചിട്ട് ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അതായത് സ്പിരിച്വലി നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പകരും എന്ന വാഗ്ദത്തമാണത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയാകാൻ വേറൊരാൾ പറഞ്ഞതിനാലോ നിർബന്ധിച്ചതിനാലോ നമ്മുടെ രോഗസൗഖ്യമായതിനാലോ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടോ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒന്നും സാധിക്കുകയില്ല. ആ സ്പിരിച്വാലിറ്റി ആരംഭിക്കുന്നത് ശരിക്കും ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുമ്പോഴാണ്. അപ്പോൾ ശരിക്കും ഈ രക്ഷിക്കപ്പെടുന്നവർ പലപ്പോഴും ചിന്തിക്കുന്നവർ സിംഹാസനത്തിൽ ഇങ്ങനെ ക്രിസ്തു വന്നിരിക്കുന്നു, ഞാൻ വല്ലപ്പോഴൊക്കെ രാവിലെ പോയി കർത്താവിനെ കാണുന്നു, വൈകിട്ട് പോയി കർത്താവിനെ കാണുന്നു. അതല്ല ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തന്നെ ക്രിസ്തു ആണെന്നുള്ളതാണ്. അതാ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു എന്നാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. നമ്മുടെ ഉള്ളിൽ ആത്മാവായി കർത്താവ് വന്നു. ഹി ബിക്കെയിം ദ ലൈഫ് ഗിവിങ് സ്പിരിറ്റ് എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആത്മാവ് ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. അത് കർത്താവ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലൂടെ നമുക്ക് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവമക്കളാകുക എന്ന് പറയുന്ന ഒരു അധികാരമാണ്. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു അധികാരമാണ്. അതാണ് ആത്മാവ് നമുക്ക് തരേണ്ടത്. പലപ്പോഴും ആത്മാവ് വരുമ്പോൾ നമുക്ക് അന്യഭാഷ പറയുന്നു, അങ്ങനെയുള്ള കൃപാവരങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ മകനോ മകളോ ആയി മാറിയോ? അതാണ് പ്രധാനം. വിശ്വാസത്തിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ മകനോ മകളോ ആയി മാറിയെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവൻ ഈ ദൈവത്തിൻ്റെ ദൈവിക ജീവൻ തന്നെയാണ്, ക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയാണ്. ഈ ക്രിസ്തുവിൻ്റെ ജീവൻ ഉള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത് എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഇറ്റ്സ് ആക്ച്വലി സ്പിരിച്വൽ കണക്ഷൻ. അവിടെയാണ് നമുക്ക് കർത്താവുമായുള്ളൊരു ബന്ധം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മതത്താൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല, ന്യായപ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല. പിന്നെ ഇതെങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ബിക്കോസ് ദിസ് ന്യൂ ലൈഫ് കമ്പൽസ് അസ് വിത്ത് ദ ഡോക്ട്രിൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ നമുക്ക് നൽകുന്നത് ഈ ആത്മാവാണ് നമ്മളെ സകല സത്യത്തിലേക്കും ക്രിസ്തു എന്ന അബ്സല്യൂട്ട് ട്രൂത്തിലോട്ട് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ എല്ലാ സ്പിരിച്വൽ റിസോഴ്സസും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മാവിൽ അല്ലാതെ ദൈവത്തെ അറിയാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ ആത്മാവിനല്ലാതെ നമുക്ക് ദൈവം ആരെന്ന് കാണിച്ചു തരാൻ സാധിക്കില്ല. പക്ഷേ ആത്മാവ് എങ്ങനെയാണ് വരുന്നത്? വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവരുടെ മേലാണ് ആത്മാവ് വരുന്നത്. നമുക്കറിയാം കൊർനെല്യോസിന് അങ്ങനെ ലഭിച്ചു. നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചുവോ എന്നാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പം ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ദൈവം നൽകുന്ന ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ ആത്മാവാണ് നൽകുന്നതെന്ന് വേണേൽ പറയാം. വെൻ വി ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മുടെ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണിനെ തുറക്കുന്നതിനെയാണ് ശരിക്കും ഈ പുതിയ ജീവൻ എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഓഫ് ഗോഡ് കംസ് ആൻഡ് ഡ്വെൽസ് ഇൻ അസ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്. ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പുത്രത്വത്തിൻ്റെ അഷുറൻസ്, നീ എൻ്റെ മകനാണ് മകളാണ് എന്നുള്ള അഷുറൻസ് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഈ റിലേഷൻഷിപ്പ്
അതേ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേറൊരു ജീവിതം ജീവിക്കാനുള്ള അവകാശമില്ല. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുവാനാണ് നമുക്ക് ഫെയ്ത്ത് ആവശ്യമായി വരുന്നത്. അതിനാണ് നമ്മൾ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത്. ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ അതേ ജീവിതമാണ്. യേശു ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നുള്ള ലൈഫിലേക്ക് നമ്മൾ പോകുന്നതാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി. അല്ല നിങ്ങൾ വളരെ ദീർഘമായി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ അഭ്യാസങ്ങൾ ചെയ്തു, വസ്ത്രധാരണം മാറ്റി, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ക്രിസ്ത്യാനിയാകാൻ സാധിക്കില്ല. നിങ്ങളൊരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലോട്ട് ചാടിയാലും ക്രിസ്ത്യാനിയാകാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ പറയാം, കണ്ടോ അങ്ങനെ ചാടേണ്ട കാര്യമില്ല. ചാടേണ്ട കാര്യമുണ്ട്, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയാവുകയില്ല. ഞാൻ എൻ്റെ ട്രഡീഷണൽ ചർച്ചിൽ നിന്ന് ചാടിയ ശേഷം 2-2.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും മാനസാന്തരപ്പെടുന്നത്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് പോയി എന്ന് വിചാരിച്ച് നിങ്ങളൊരിക്കലും കർത്താവിൻ്റെ മക്കളായി മാറുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സൗഖ്യം കിട്ടി, പണ്ടൊരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ചെറുപ്പം മുതലേ ദൈവമാണ് എന്നെ നടത്തുന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം സാധിച്ചു തരുന്നുണ്ട്, എനിക്കിന്ന് വരെ ഒരു കുറവുമില്ലാതെ ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. ഇവർ നോക്കെ നല്ല കാര്യം, പക്ഷേ രക്ഷിക്കപ്പെട്ടെന്ന് എങ്ങനെ അറിയാം? അത് അദ്ദേഹത്തിനും അറിയില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആയിരിക്കാം, ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കാം. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും തരുന്നു എന്നുള്ള ബന്ധമല്ല. അവൻ എൻ്റെ പിതാവാണ് എന്നുള്ള ബന്ധമാണ്. ഈ ബന്ധം ആത്മാവാണ് നമുക്ക് തരുന്നത്. അത് വചനത്തിൻ്റെ കേൾവിയിലാണ് വരുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൽ പറയുന്ന ഈ ബന്ധം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്തത്തിൽ നിന്നുണ്ടാവുകയില്ല. അതായത് ഒരാളുടെ തലമുറയായിട്ട് ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. ജഡത്തിൻ്റെ ഇഷ്ടത്താൽ ഉണ്ടാവില്ല, പുരുഷൻ്റെ ഇഷ്ടത്താലും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുത്തൊന്നും ആകാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് ജീവൻ തരണം, ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് ലഭിക്കണം. അത് വചനത്തിൻ്റെ പവറാണ്. വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നതെങ്കിൽ ആ വചനത്തിന് നമ്മളെ രക്ഷിക്കാനുള്ള പവറുണ്ട്. അത് റോമാലേഖനത്തിൽ പറയുന്നത്, സുവിശേഷത്തിന് നമ്മളെ വിടുവിക്കുവാനുള്ള ശക്തിയുണ്ട്. യഹൂദനെയും യവനെയും രക്ഷിക്കാനുള്ള ദൈവശക്തി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വചനത്തിൻ്റെ കേൾവി, വചനത്തിൻ്റെ അബ്സോർപ്ഷൻ, അതിലിപ്പോൾ കേൾക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാലത്ത് അതായിരുന്നു കൂടുതൽ. വായിച്ചാലും മനസ്സിലാക്കിയാലും ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണു തുറക്കുക, ദൈവം നമ്മുടെ പിതാവെന്ന കാഴ്ചയിലേക്ക്. ആ കർത്താവ് ആത്മാവിൽ നമുക്ക് വേണ്ടി ജീവിച്ച് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ച് അവൻ പുനരുത്ഥാനം ചെയ്ത് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കത്തക്ക രീതിയിൽ എൻ്റെ കണ്ണ് തുറക്കപ്പെടുക. ദ റിയാലിറ്റി ഓഫ് അവർ ഫെയ്ത്ത്, അതിലേക്ക് എൻ്റെ കണ്ണ് തുറക്കപ്പെടുമ്പോൾ ക്രിസ്തു തന്നെ എൻ്റെ ജീവനായി മാറുന്ന, ക്രിസ്തുവിൻ്റെ ജീവനിലുള്ള പാർട്ടിസിപ്പേഷൻ എനിക്ക് ലഭിക്കുന്നതാണ് ക്രിസ്തീയ ആ ഒരു ബന്ധത്തിൻ്റെ ശരിക്കുമുള്ള തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണോ നമ്മൾ മക്കളായി മാറുന്നത്, അത് നമ്മുടെ യോഗ്യതയല്ല നമുക്ക് ഇപ്പം മനസ്സിലായി കാണും. കാരണം ഇത് ദൈവം ചെയ്യുന്ന ഒരു കരുണയുടെ പ്രവൃത്തിയാണ്. നമ്മൾ ആരെങ്കിലും ആയതുകൊണ്ടല്ല, ദൈവം നമ്മോട് ചെയ്യുന്ന കരുണയുടെ ഒരു പ്രവൃത്തിയാണ്. നീ എൻ്റെ മകനാണ്, മകളാണ്. ഒരു തെരഞ്ഞെടുപ്പാണ്. നമുക്ക് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം, അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ദൈവം അവരുടെ മുമ്പിൽ വരുന്നത്. അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് അവൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കുന്ന ദൈവം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു തിരഞ്ഞെടുപ്പാണ് ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മക്കളായി മാറാനുള്ള തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇതൊരു നിർബന്ധമായി ഇത് കേൾക്കുന്നവരുടെ മേലെ ദൈവത്തിൻ്റെ വചനത്തിന് എത്തിക്കുവാൻ സാധിക്കും. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഒരാൾ വീണ്ടും ജനിക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം അനേകരെ ജനിപ്പിക്കുന്നു. ഈ ജനിപ്പിക്കപ്പെടുന്ന മക്കളെല്ലാവരും കൂടെ ചേരുന്ന ഒരു വലിയ ക്രിസ്തീയ കുടുംബമുണ്ട്. അതിൽ മൂത്ത മകനെ പോലെയാണ് യേശു ക്രിസ്തു. ആ കർത്താവിനെ നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കളെങ്ങനെ ജീവിക്കണം, ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണം, അതിനെയാണ് നമ്മൾ ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണം, അത് നമ്മുടെ കഴിവിനാലല്ലത്, ആത്മാവ് നമുക്ക് തരുന്ന ജീവനിലേക്ക് നമ്മൾ വിശ്വാസത്താൽ നടക്കണം. ആ ഒരു ലൈഫാണ് ശരിക്കും കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം. എ ലാർജ് ക്രിസ്ത്യൻ ഫാമിലി, അതിനെയാണ് സഭ എന്ന് പറയുന്നത്. ഒരു ഇൻവിസിബിൾ സഭ. അതിലേക്ക് നമ്മൾ ചേരുകയാണ്. എപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നോ, എപ്പോൾ നമ്മൾ ആത്മാവുള്ളവരായി മാറുന്നു, എപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മരിച്ചുപോയ അവസ്ഥയിൽ നമ്മളെ വിടുവിക്കുന്നോ, ആ സമയത്ത് തന്നെ നമ്മൾ കർത്താവിൻ്റെ മക്കളായി മാറുന്ന ആ സമയത്ത് തന്നെ കർത്താവ് പിതാവായ ദൈവം പിതാവായിരിക്കുന്ന യേശുക്രിസ്തു മൂത്ത സഹോദരനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ശുശ്രൂഷിക്കുന്ന ആ വലിയ കുടുംബത്തിലേക്ക് നമ്മളും പങ്കാളികളാവുകയാണ്. ഒത്തിരി അനുഗ്രഹങ്ങളുള്ള, ബ്ലെസ്സിങ്സുള്ള, കൂട്ടായ്മയുള്ള, സ്നേഹമുള്ള കുടുംബത്തിലേക്ക്.
ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു സിനഗോഗുകളിൽ സഭയിൽ പള്ളിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും സഹോദരങ്ങളും വെളി വന്നു നിന്നിട്ട് കർത്താവിനെ അന്വേഷിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയും, നിൻ്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു നിൽക്കുന്നു പറഞ്ഞ് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? അവർ ബയോളജിക്കലല്ല, ഈ സഭയിലുള്ള ആ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങൾ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള നമ്മുടെ സഭയിൽ ഉപേക്ഷിക്കപ്പെടുന്ന മക്കൾ, ഈവൻ വിശ്വാസികളെന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ പോലും ഇവർ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴേക്കും അവർ ഉപേക്ഷിച്ച് കളയുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാരണത്താൽ അവർ ഉപേക്ഷിച്ച് കളയുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ സഭയിലേക്ക് വരുമ്പോൾ വലിയൊരു ക്രിസ്തീയ കുടുംബമാണ്, അവർക്ക് പ്രധാനം കർത്താവിൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് അവർ വരുന്നത്. കാരണം അവർക്ക് രക്തബന്ധങ്ങളിൽ നിന്ന് കഴിയുന്ന ഒരു സപ്പോർട്ടുമില്ല. എത്ര പേരാണ് അങ്ങനെ സഭകളിൽ നിന്ന് പ്രവേശിച്ചിരിക്കുന്നത്? പഴയ ട്രഡീഷണൽ ചർച്ചുകളിൽ അങ്ങനെ പുതിയ ആൾക്കാർ ഇന്ന് അധികം വരുന്നില്ല എന്നുള്ളൊരു വേദനാജനകമായ കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രസംഗിക്കപ്പെടേണ്ട വചനം എത്താതെ, ജീവൻ പ്രാപിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ആ മനോഹരമായ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ട്രഡീഷണൽ സഭകളിൽ. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അനസ്യൂതം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പം നിങ്ങൾക്ക് ഈ വലിയ കുടുംബത്തിൽ കർത്താവിൻ്റെ ജീവനുള്ളവനായി ദൈവത്തിൻ്റെ പിതൃത്വത്തിൻ്റെ കീഴിൽ ആ മനോഹരമായ കുടുംബത്തിലേക്ക് ആ ഉജ്ജ്വലമായൊരു ജീവിതമുള്ള മക്കളായി മാറുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ദൈവത്തോട് ചോദിക്കുക എന്ന് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. കർത്താവേ, അത് അങ്ങയുടെ കൃപയാൽ മാത്രമാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവമേ അങ്ങയുടെ വചനത്തിൻ്റെ നിർബന്ധം മതങ്ങളിൽ നിന്നും മറ്റ് ആചാരങ്ങളിൽ നിന്നും അവരെ സ്വതന്ത്രമാക്കി യേശുക്രിസ്തു എന്ന ഏകന് കർത്താവെ കണക്റ്റഡായി, ആത്മാവിൽ കണക്റ്റഡായി, ദൈവത്തിന് മക്കളായി, സഹോദരങ്ങളായി ഒന്നിച്ച് കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ എത്തുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.